ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബീഫാണ്. ബീഫ് റോസ്റ്റ് ചെയ്യാനാണ്. ബീഫ് റോസ്റ്റ് ചെയ്യുക തന്നെയല്ല, അതിൻ്റെ കൂടെ നമ്മൾ കപ്പയും കൂടെ കുഴയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പർ കപ്പ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുഴയ്ക്കാം. അങ്ങനെ ബീഫും കപ്പയും കൂടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബീഫ് വേകാനായിട്ട് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇന്ത്യാലയത്തിൻ്റെ ഉരുളിക്കകത്ത് നമുക്ക് വെളിയിൽ വെച്ച് വേവിക്കാം. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബീഫിന് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം അരിയണം. പിന്നെ അതുപോലെ തന്നെ കപ്പയും കൂടെ പൊളിക്കണം. ഇത് കണ്ടോ, ഞാൻ ഈ ബീഫിനകത്തൊരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം ഈ ബീഫ് എന്ന് പറയുന്നത് അത് കഴുകി വാരി വലക്കി വെച്ചപ്പോഴേ നല്ല വെള്ളം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നമുക്കത് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കാം. അതേ സമയത്ത് ഞാൻ കപ്പയല്ല വെളിയിലിരുന്നാണ് പൊളിക്കുന്നത്. പൊളിച്ച് കഴുകി കലത്തിനകത്താണ് ഞാൻ കപ്പ വേവിക്കാൻ വെക്കുന്നത്. കപ്പ വെള്ളം ഒഴിച്ച് കലത്തി വെച്ച് അതിൻ്റെ കൂടെ ഒരു ശകലം മഞ്ഞപ്പൊടിയും കിട്ടും. മഞ്ഞപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിന് മഞ്ഞപ്പൊടി ചേർക്കും. എന്നാലും ഞാൻ കപ്പ അടുപ്പ് വയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു ശകലം മഞ്ഞപ്പൊടി ഇടാറുണ്ട്. അതൊന്ന് കറക്കിയിട്ട് നമ്മൾ കപ്പ അടുപ്പ് വെച്ച് തൊട്ടപ്പുറത്തായിട്ട് അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ചീനിച്ചട്ടി നല്ല ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ കടുവ് വറക്കണ്ടേ നമുക്ക്. അപ്പം നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുവ് നല്ലോണം ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കടുവ് പൊട്ടി വരികയും ചെയ്യും. കടുവ് ഇടാൻ പോവാണ്. ശകലം കടുവ്, ഒത്തിരി കടുവ് ഇട്ടാലത് ഞാൻ ഒരുപാട് കടുവ് ഇടും, പക്ഷെ അത് പരാതി വരുന്നു. ഇച്ചിരി കടുവ് മതി എന്നാണ് പറയുന്നത്. അപ്പം കടുവ് ഇടുന്നുണ്ട്. കടുവ് ഇട്ടത് അത് കാണാൻ പറ്റുമല്ലോ, നല്ലോണം അങ്ങോട്ട് ചൂടായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് പൊട്ടാനായിട്ട് ഇപ്പൊ കുഴപ്പമില്ല, അതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഒന്നിച്ചങ്ങ് ഇടുമായിരുന്നു. സെപ്പറേറ്റ് ഞാനൊന്നും അരിഞ്ഞു വെച്ചിട്ടില്ല. കാരണം സമയം ഒരുപാട് പോയായിരുന്നു, ബീഫ് കിട്ടാൻ താമസിച്ചായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്നും ബീഫൊക്കെ കഴിക്കുന്നതല്ലേ, അപ്പോൾ ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തെങ്കിൽ ഒരുപോലെ അത് വെന്ത് വരത്തുള്ളൂ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ശകലം ഉപ്പിടുന്നതെന്ന് പറഞ്ഞാൽ ഇത് വഴന്ന് കിട്ടാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഉപ്പിടുന്നതാണ്. അപ്പം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ബീഫിന് ഉപ്പിടാതാണ് ഞാൻ വെച്ചിരുന്നത്. കാരണം ഉപ്പിട്ട് വെക്കുമ്പോഴത്തേക്ക് ബീഫ് അങ്ങ് കല്ലിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് നമ്മളിതിനകത്ത് ഇറക്കുമ്പോഴാണ് നമ്മൾ ഇച്ചിരി ഉപ്പിടുക. കാരണം അത്രയ്ക്കുള്ള ഉപ്പ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഈ ഉള്ളിയിലും സവാളയിലും ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. അത് വഴന്ന് വന്ന് നല്ലോണം ആയിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഇടേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, കായപ്പൊടി, ഞാൻ അതിൻ്റെ പുറത്ത് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, ഉലുവാപ്പൊടി, മീറ്റ് മസാല. ഇത് മൂന്നും കൂടെ നമുക്ക് ഈ ചീനിച്ചട്ടിയിലകത്ത് ഇട്ട് ഇളക്കി നല്ലോണം യോജിപ്പിക്കണം. നല്ലോണം യോജിപ്പിക്കുക എന്ന് പറയുന്നത് അതിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അടിയിൽ എണ്ണയും ഇല്ല വെള്ളവും ഇല്ലാതെ അങ്ങ് ഒരു കരിയുന്ന ലെവലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്ത് അത് ഇതായിട്ട് ഇളക്കി വരിക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേന് അത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് എന്തോന്ന് അറിയാമല്ലോ, കങ്ങിയതുപോലെ ആയിപ്പോകും. അപ്പം നമ്മൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം വീണ്ടും യോജിപ്പിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കേട്ടോ, വെളിച്ചെണ്ണ വീഴുന്നത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് അത് യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും മസാലയും എല്ലാം കൂടെ ആ സവാളയെ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ അരപ്പ് തമ്മിലൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തോട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് ചൂടുവെള്ളം വെച്ചിട്ട് ഒഴിക്കുന്നത് അത്രയും നല്ലത്. അല്ലെങ്കിൽ പച്ചവെള്ളം ഇപ്പം ഇതൊക്കെ ചിലവ് ഓർക്കത്തില്ല, ചിലവർ ചൂടുവെള്ളം ഒഴിക്കത്തുമില്ല. അപ്പം നമുക്ക് ശകലം വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ, അതിനകത്തോട്ട് പെരിഞ്ചീരകവും കുരുമുളക് കൂടെ പൊടിച്ചതുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നു. കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒന്നുകൂടെ വീണ്ടും യോജിപ്പിച്ചിട്ട് ഞാൻ ശകലം വെള്ളം കൂടെ ഒഴിക്കും.
ഇതാണ്ടേ വെള്ളം ഒഴിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഈ ഫോൺ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒഴിക്കുന്ന കാണിക്കാത്തത്. ഇതാ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഗ്രേവി എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിച്ചത് കണ്ടോ. അത് അങ്ങനെ ആയി കിട്ടിയിട്ട് വേണം നമ്മൾ. നേരത്തെ നമ്മൾ ഉരുളിക്കകത്ത് ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അത് വെന്ത് ഇരിപ്പുണ്ട്. ആ ഗ്രേവി എല്ലാം കൂടെ തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കളറ് മാറിയല്ലോ, നല്ല സെറ്റപ്പ് ഗ്രേവി ആയല്ലേ. അപ്പം ഇങ്ങനെ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ബീഫ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ബീഫ് നമ്മൾ അതിനകത്തിട്ട്. ബീഫിനകത്ത് പ്രത്യേകം ഒന്നും കുരുമുളക് ചേർത്തില്ല. മസാലപ്പൊടി ചേർത്തതെന്ന് പറഞ്ഞാൽ മീറ്റ് മസാല തന്നെയാണ് ചേർത്തത്. കുരുമുളക് ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ കൂടെയാണ് പൊടിച്ചത്, അത് ഒന്നിച്ച് ചേർത്ത് ആ ബീഫിനകത്ത് ഇരുന്ന ആ വെള്ളവും എല്ലാം കൂടെ നമ്മൾ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലോണം ഇളക്കി 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 റോസ്റ്റ് പരുവത്തിലാകണം. അതായത് ആ ബീഫേൽ എരിവും പുളിയെല്ലാം പിടിച്ച് കിട്ടണം. ഇതാ കണ്ടോ, ബീഫ് ഈ രൂപത്തിലാവും. വെയിലടിക്കുന്നതിൻ്റെ ആ കറി തന്നെ നിങ്ങളൊന്ന് നോക്കിയേ. പിന്നെ സ്വല്പം വെയിൽ വരുന്നുണ്ട് കേട്ടോ, മുറ്റത്തിട്ട് വെക്കുന്നതുകൊണ്ടാണ് നല്ലോണം വെയിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ കുറേശ്ശെ അതിൻ്റെ ഇതൊന്നും വെയിൽ കൂടെ വരും. എന്നാലും ആ കറി തിളക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ എന്ത് ഭംഗിയായിട്ട് ആ കറി കിടക്കുന്നത്. നല്ല രസമല്ലേ കാണാൻ. അതൊന്നും ഒന്ന് കൂട്ടി നോക്കിയേ. ആ കറി കാണുന്നത് കൊണ്ട് തന്നെ ഭംഗിയാണ്, ടേസ്റ്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഇത് എല്ലാം നല്ല, ഞാൻ ഉപ്പ് നോക്കാനൊക്കെ അടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാത്തിനും ഉപ്പ് കുറച്ചായിരുന്നത്. ഉപ്പ് കൂടിപ്പോയാൽ കറി ഒന്നും കൊള്ളില്ല. ഉപ്പ് കുറഞ്ഞു പോയാൽ നമുക്ക് അതിടാം. പിന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ ഞാൻ തേങ്ങ ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കാന്താരി മുളക്, ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാലോ, നമുക്ക് കപ്പ വേവിക്കാനായിട്ട്. കപ്പ വെന്തിറക്കി വെച്ചിട്ടുണ്ട്. ഇതാ തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് നല്ല സൂപ്പർ കപ്പയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല പൊടി പോലെ വേകുന്ന കപ്പയായിരുന്നു. ആ കപ്പയുടെ കൂട്ടത്തിൽ ഇതാ ഈ ബീഫ് കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴിച്ച് നോക്കണം. ഈ ബീഫും ഇതാ ഈ കപ്പയും കൂടെ കഴിച്ച് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ബീഫും കപ്പയും തമ്മിലുള്ള ടേസ്റ്റ് എന്തുവാന്ന് കേട്ടോ. നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല സൂപ്പർ ബീഫ് കറിയും നല്ല അടിപൊളി കപ്പക്കറി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ. ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.